ഹൈവേ എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹൈവേ. എത്ര ശതമാനം ജോലി തീർന്നു? ജോലി തീരാതെ ഉദ്ഘാടനം വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുപോകാം. നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുമെങ്കിൽ അദ്ദേഹം ഇനിയും പ്രധാനമന്ത്രിയല്ലേ, കേന്ദ്ര സർക്കാർ ഉണ്ടല്ലോ, 5 കൊല്ലത്തേക്ക് എല്ലാവരും ഇലക്ട് ചെയ്തിരിക്കുന്നു. അവർക്ക് അപ്പോൾ ഉദ്ഘാടനം ചെയ്താൽ പോരെ. അപ്പൊ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് നമ്മൾ നോക്കട്ടെ. ഇപ്പൊ പാലം പണി തുടങ്ങിക്കഴിഞ്ഞാൽ പാലത്തിന്റെ 4 പില്ലർ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പോയി ഉദ്ഘാടനം ചെയ്യോ? ഒരു റോഡ് പണി, ഒരു 5 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ റോഡിന്റെ പണി കഴിയുമ്പോൾ ഓരോ കിലോമീറ്ററും പോയി ഉദ്ഘാടനം ചെയ്യുക. അങ്ങനെ ഞങ്ങൾക്കൊന്നും ഒരു പണി ഉണ്ടാവില്ലല്ലോ വേറെ. 1 കിലോമീറ്റർ റോഡ് വെച്ചാൽ 100 മീറ്ററിന്റെ റോഡിന്റെ പണി കഴിയുമ്പോഴേക്കും അവിടെ പോയി ഉദ്ഘാടനം, അടുത്ത 100 മീറ്ററിന് വേറെ ഉദ്ഘാടനം. എന്താണ് ആളുകളുടെ മുന്നിൽ ദയവ് ചെയ്ത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പരിഹാസ കഥാപാത്രങ്ങളാകും. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഭാരതത്തിന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ദേശീയപാത നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിന് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത് എന്ന് പറയുമ്പോൾ NDA സംഘടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി കൂടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. ഒരുപക്ഷെ NDAയുടെ പ്രകടന പത്രിക കൂടി അദ്ദേഹം പുറത്തിറക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് എത്തുന്ന ചടങ്ങിൽ ബഹുമാന്യനായ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. കാരണം പൊതുമരാമത്ത് വകുപ്പ് ബന്ധപ്പെട്ട് നടത്തിയ വികസന പരിപാടികളിൽ ദേശീയപാതയുടെ വികസന പരിപാടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങായതിന്റെ പേരിൽ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല. മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രിയും ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നാൾക്ക് നാൾ, അതായത് ഓരോ ദിവസവും ദേശീയപാതയുടെ പണി നടക്കുന്ന വാതവക്കിൽ ചെന്ന് നിന്ന് മുഹമ്മദ് റിയാസ് തന്റെ PR ടീമിനെ ഉപയോഗിച്ച് കൊണ്ടെടുക്കുന്ന റീൽസ് എല്ലാം ഓരോ ദിവസവും തന്റെ യൂട്യൂബിലും FB കുറിപ്പിലുമെല്ലാം ഇട്ടിട്ടായിരുന്നു മുഹമ്മദ് റിയാസ് പാതയുടെ വികസനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. ഇന്നിപ്പോൾ ദേശീയപാത കേന്ദ്രത്തിൻ്റെത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി കേരളത്തിൽ ദേശീയപാത വികസനം അല്ലെങ്കിൽ വികസിപ്പിച്ച ദേശീയപാത നാടിന് സമർപ്പിക്കുമ്പോൾ കേരളത്തിൽ ഈ ദേശീയപാതയെക്കുറിച്ച് മേനി നടിച്ചിരുന്ന, ഒരു ഘട്ടത്തിൽ ദേശീയപാത ഇടിഞ്ഞു പൊളിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ പാതയല്ല, അത് കേന്ദ്രത്തിന്റെ പാതയാണ്, കേരളത്തിൽ ഇതിന് വലിയ പങ്കില്ല എന്ന് പറഞ്ഞ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇപ്പോൾ പൂങ്കണ്ണീരൊഴുക്കുന്നു. എന്നെ ചടങ്ങിലേക്ക് വിളിച്ചില്ല, അതുകൊണ്ട് എൻ്റെ അമ്മായിപ്പനായ ഭാര്യയുടെ അച്ഛനായ മുഖ്യമന്ത്രിയും ഈ ചടങ്ങിൽ പങ്കെടുക്കണ്ട എന്ന് വാശി പിടിച്ച് കരഞ്ഞതിന്റെ പേരിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇക്കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവായ VD സതീശനെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ VD സതീശനെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ VD സതീശൻ പരിഹാസദ്യോതകമായി തന്നെയാണ് ഇതിന് മറുപടി നൽകിയത്. ദേശീയപാത ഒരിക്കലും പൂർത്തിയാക്കിയിട്ടില്ല, പൂർത്തിയാക്കുന്ന മുറയ്ക്ക് അത് നാടിന് സമർപ്പിക്കട്ടെ. കേരളത്തിലെ മന്ത്രിസഭയുടെ കാലാവധിയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഇനിയും കാലാവധി പൂർത്തീകരിക്കാനുണ്ട്. ആ കാലാവധി പൂർത്തീകരിക്കുന്നതിനിടയ്ക്ക് ദേശീയപാത പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം അത് നാടിന് സമർപ്പിച്ചാൽ മതിയല്ലോ. എന്തിനാണ് ഇപ്പോൾ പൂർത്തിയാകാത്ത പാത നാടിന് സമർപ്പിക്കുന്നത്? അത് കേരളത്തിലെ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന പ്രഹസനമാണ് എന്നാണ് VD സതീശൻ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവും ദേശീയപാത നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിനെ കുറിച്ചും സംസാരിച്ചത്. മുഹമ്മദ് റിയാസിനെ കുറിച്ചും ഇത് തന്നെയാണ് VD സതീശൻ പറഞ്ഞത്. ദേശീയപാതയുടെ ഓരോ നിർമ്മാണ ഘട്ടത്തിലും ഓരോ ദിവസവും ഓരോ 100 മീറ്റർ പൂർത്തിയാകുമ്പോഴും അതിന് മുൻപിൽ പോയി നിന്നുകൊണ്ട് PR ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് റീൽസ് എടുത്തുകൊണ്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ദേശീയപാതയുടെ പിതൃത്വം ഏറ്റെടുത്തിരുന്നത്. എന്നാൽ ചില ഭാഗങ്ങളിലെല്ലാം ദേശീയപാത താറുമാറായി കാറ്റത്തും മഴയത്തും ഒലിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഇത് കേന്ദ്രത്തിന്റെ പാതയാണ്, ദേശീയപാത എന്നാണല്ലോ പറയുന്നത്, കേന്ദ്രത്തിന്റെ പാതയാണ്, കേരളത്തിന് ഇതിന് കാര്യമായ പങ്കൊന്നുമില്ല, അതുകൊണ്ട് കേരളത്തിന് ഈ പാത ഒലിച്ചു പോയതിൽ ഒരു പങ്കില്ല എന്ന് അന്ന് പറഞ്ഞ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇപ്പോൾ ഈ ദേശീയപാത നാടിന് സമർപ്പിക്കുമ്പോൾ, പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുമ്പോൾ തന്നെ ഇതിൽ വിളിച്ചില്ല, തൻ്റെ കൂടി അധ്വാനത്തിന്റെ ഫലമായാണ് ദേശീയപാത വികസിപ്പിച്ചത് എന്ന് പറഞ്ഞ് കരയുന്നതിൽ എത്ര വിചിത്രമായ സംഭവമാണ് ഉള്ളത് എന്നാണ് VD സതീശൻ പറയുന്നത്. മാത്രമല്ല, പാലം പണി, റോഡ് പണി എന്നൊക്കെ പറഞ്ഞാൽ അത് പൂർത്തീകരിക്കണ്ടേ? ഒരു പുഴയുടെ അക്കരെ ഇക്കരെ 4 തൂണ് കുഴിച്ചിട്ടുകൊണ്ട് പിറ്റേ ദിവസം പാലം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങ് വന്നു കഴിഞ്ഞാൽ ജനം പാലം എവിടെ എന്ന് ചോദിക്കുമ്പോൾ പാലം വരും എന്ന് പറയുന്നത് പോലെയായിപ്പോയി ഇപ്പോൾ ഈ ദേശീയപാത പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നത് എന്നാണ് VD സതീശൻ പറഞ്ഞത്. VD സതീശൻ വളരെ പരിഹാസ്യോദകമായി, ഹാസ്യോദകമായി
പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും പ്രധാനമന്ത്രി പൂർത്തിയാകാത്ത ദേശീയപാത നാടിന് സമർപ്പിച്ച് തെരഞ്ഞെടുപ്പിന് മുന്നായിക്കൊണ്ട് BJPക്ക് വോട്ട് തേടുന്നതിന് വേണ്ടി ഇല്ലാത്ത പാത വികസിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രഹസനത്തെക്കുറിച്ച് നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഹൈവേ എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹൈവേ. എത്ര ശതമാനം ജോലി തീർന്നു? ജോലി തീരാതെ ഉദ്ഘാടനം വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊള്ളുക. നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുമെങ്കിൽ അദ്ദേഹം ഇനിയും പ്രധാനമന്ത്രിയല്ലേ, കേന്ദ്ര സർക്കാർ ഉണ്ടല്ലോ, 5 കൊല്ലത്തേക്ക് എല്ലാവരും ഇലക്ട് ചെയ്തിരിക്കുന്നു. അവർക്ക് അപ്പോൾ ഉദ്ഘാടനം ചെയ്താൽ പോരെ. അപ്പൊ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ്. ഇപ്പൊ പാലം പണി തുടങ്ങിക്കഴിഞ്ഞാൽ പാലത്തിന്റെ 4 പില്ലർ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പോയി ഉദ്ഘാടനം ചെയ്യോ? ഒരു റോഡ് പണി, ഒരു 5 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ റോഡിന്റെ പണി കഴിയുമ്പോൾ ഓരോ കിലോമീറ്ററും പോയി ഉദ്ഘാടനം ചെയ്യുക. അങ്ങനെ ഞങ്ങൾക്കൊന്നും ഒരു പണി ഉണ്ടാവില്ലല്ലോ വേറെ. 1 കിലോമീറ്റർ റോഡ് വെച്ചാൽ 100 മീറ്ററിന്റെ റോഡിന്റെ പണി കഴിയുമ്പോഴേക്കും അവിടെ പോയി ഉദ്ഘാടനം, അടുത്ത 100 മീറ്ററിന് വേറെ ഉദ്ഘാടനം. ഇത് എന്താണ്? ആളുകളുടെ മുന്നിൽ ദയവ് ചെയ്ത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പരിഹാസ കഥാപാത്രങ്ങളാവുകയാണ്. മുഖ്യമന്ത്രി 3 ഉദ്ഘാടനമാണ് പറ്റുന്നത് നടത്തിയത്. തുരങ്കപാത, ഒന്ന് സർവേ ഉദ്ഘാടനം, ഒന്ന് നിർമ്മാണ ഉദ്ഘാടനം, അത് കുഴപ്പമില്ല. രണ്ടാമത് ബ്ലാസ്റ്റിംഗ് ഉദ്ഘാടനം. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം ചെയ്യുന്നത്. നിങ്ങളെല്ലാം നോക്കിക്കോ, ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രസ്താവന പിൻവലിക്കാം. ബ്ലാസ്റ്റിംഗ് ഉദ്ഘാടനം ചെയ്തു ആദ്യമായിട്ട്, ചരിത്രത്തിൽ ആദ്യമായിട്ട്. അപ്പൊ ഇത് തീരാത്തൊരു പാതയുടെ ഉദ്ഘാടനത്തെ ചൊല്ലി ഉള്ള തർക്കമാണ് നടക്കുന്നത്. ഒരു കാര്യമില്ല ഈ തർക്കത്തിൽ. പിന്നെ ഒരു പരിപാടി ഔദ്യോഗികമായിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരും പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിക്കുന്നതാണ്. അത് വിളിക്കാതിരുന്നത് ഇവരുടെ വീട്ടിലെ പരിപാടിയൊന്നുമല്ല, അത് ഔദ്യോഗിക പരിപാടിയാണ്. നാട്ടുകാരുടെ കാശ് ഉപയോഗിച്ച് ചെലവിയുന്നതാണ്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രി വിളിക്കുന്ന പരിപാടിക്ക് അത് വിളിക്കാതിരുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇത് ഉദ്ഘാടനം എന്തിനാണെന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലാകാത്തത്. ഉദ്ഘാടനം ചെയ്യാൻ സമയമായോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മെട്രോ റെയിൽ ഞങ്ങളുടെ കാലത്ത് ഏകദേശം പൂർത്തിയായതാണ്. ഓൾമോസ്റ്റ് കുറെ കൂടി ബാക്കിയുണ്ടായിരുന്നു. ഉദ്ഘാടനം ചെയ്തില്ലല്ലോ. വന്നിട്ട് ശ്രീ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ പോലും വിളിക്കാതെ ഉദ്ഘാടനം ചെയ്യായിരുന്നു ശരിക്കും പറഞ്ഞു. അപ്പൊ ഇത് ഈ ഹൈവേ എത്ര ശതമാനം കേരളത്തിൽ പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ. അല്ലാതെ ഓരോ സ്ട്രെച്ച് ഉദ്ഘാടനം ചെയ്യോ? അങ്ങനെയാണോ ചെയ്യുന്നത്? നാഷണൽ ഹൈവേ അത് ആളുകളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വെറും പ്രചരണങ്ങളാണ്. സമാന്തരമായി തന്നെ LDFന്റെ MLA-മാർ ഉദ്ഘാടനത്തിൽ മന്ത്രി വേറെ ഉദ്ഘാടനത്തിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ വെറുതെ ഈ BJPയും CPM തമ്മിൽ വലിയ തർക്കമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നാടകങ്ങളാണ്. ആ നാടകങ്ങൾക്ക് അപ്പുറം ഒന്നുമില്ല. ഉദ്ഘാടനം ചെയ്യാനായിട്ടില്ല. ഉദ്ഘാടനം ചെയ്യുന്നത് പണി പൂർത്തിയാക്കിയിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, അല്ലാതെ എല്ലാം ഉദ്ഘാടനം. അല്ലാതെ അല്ലെങ്കിൽ സാധാരണ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യാൻ നടന്നാണല്ലോ. ഞാൻ യാത്ര ചെയ്യുന്നല്ലേ ഹൈവേ കൂടി. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ പണി പൂർത്തിയായിട്ടുള്ളൂ. വളരെ കുറച്ച് സ്ഥലത്ത്. ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പണി പൂർത്തിയാകുന്നുണ്ട്. ഭൂരിഭാഗം സ്ഥലങ്ങളിൽ പണി പൂർത്തിയാക്കിയിട്ടില്ല. അപ്പൊ ഇതെങ്ങനെ ഉദ്ഘാടനം നടത്തുന്നത്? ഇത് എന്ത് പരിപാടി? ഒരു കെട്ടിടം നിർമ്മിച്ച തറ കെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഉദ്ഘാടനം നടത്താൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കാം. തറ കെട്ടിക്കഴിഞ്ഞാൽ ഉദ്ഘാടനം, പിന്നെ ഇത് വാർത്ത് കഴിഞ്ഞാൽ ഭിത്തി പണിത് കഴിഞ്ഞാൽ ഉദ്ഘാടനം, പിന്നെ വാർക്കതിൽ വേറെ ഉദ്ഘാടനം. ഇതൊക്കെ ചെയ്യാൻ പറ്റും? ഇതൊക്കെ ആളുകളെ കളിയാക്കുകയാണ്. എന്തിനാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പരിഹാസ കഥാപാത്രങ്ങളാകുന്നത്? പ്രതിപക്ഷ നേതാവിനെതിരെ വലിയൊരു സൈബർ തലത്തിലെല്ലാം നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരുപക്ഷെ പ്രതീക്ഷിക്കാവുന്നത് കണ്ണൂർ എയർപോർട്ടിന്റെ ഉദ്ഘാടനം. കണ്ണൂർ എയർപോർട്ടിന്റെ ഉദ്ഘാടനം അല്ല നടത്തിയത്. കണ്ണൂർ എയർപോർട്ടിൽ ആദ്യം ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു പറക്കല നടത്തിയത്. ഉദ്ഘാടനം നടത്തിയിട്ടില്ല, കണ്ടിട്ടില്ല. പരീക്ഷണ പറക്കലാണ് നടത്തിയത്. കമ്പ്യൂട്ടറല്ലേ പരീക്ഷ പറക്കൽ നടത്താൻ. ഉദ്ഘാടനത്തിനൊന്നും അല്ല പോയത്. ഇതുപോലെ ബ്ലാസ്റ്റിംഗ് ഉദ്ഘാടനം എന്നൊന്നും പറഞ്ഞാൽ അവിടെ ആരും പോയില്ല. പരീക്ഷണ പറക്കൽ നടത്തിയപ്പോൾ ആദ്യമായിട്ട് അവിടെ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് കാണാൻ സന്തോഷമുണ്ടാവില്ല. ആദ്യമായിട്ട് അത്ര ഉദ്ഘാടനം നടത്തിയില്ല. വേണമെങ്കിൽ ഉദ്ഘാടനം നടത്താമായിരുന്നു. ഇതുപോലെ ആയിരുന്നെങ്കിൽ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നടത്താൻ ഇതുപോലെ നടത്തായിരുന്നല്ലോ. നടത്തിയില്ലല്ലോ ഉദ്ഘാടനം. ഈ ദില്ലിയിലെത്തി പലതവണ പൊതുമരാമത്ത് മന്ത്രി മുഖ്യമന്ത്രിക്ക് നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പോഴൊക്കെ മന്ത്രി വളരെ വാചാലായവരൊക്കെ. പക്ഷെ ഇത്തരത്തിൽ ഒരു ഉദ്ഘാടനം വിളിക്കാനും മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നീക്കം ഈ കക്ഷികൾക്കുള്ള അതൊന്നും എനിക്കറിയില്ല. ഈ ഉപരിതല ഗതാഗത മന്ത്രി ഉണ്ടായിരുന്നില്ലല്ലോ ഈ പരിപാടിക്ക്. അദ്ദേഹം ഇല്ലല്ലോ, അദ്ദേഹത്തിന് കണ്ടില്ലല്ലോ ഈ പരിപാടിക്ക്. ഇവിടെ വീഴാത്ത പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ പരാതി കൊടുത്ത്
ഇബ്രാഹിം കുഞ്ഞും മന്ത്രി ജയിലടക്കാൻ നോക്കിയ സർക്കാരാണ്. 100-150 സ്ഥലത്ത് ഇത് പൊളിഞ്ഞു വീണു. എത്ര സ്ഥലത്ത് നിന്ന് സർക്കാരിന് പോലും അറിയില്ല. ഒരു പരാതിയും സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനെ കൊടുത്തിട്ടില്ല, ഹൈവേയെ കുറിച്ചോ പരാതി കൊടുത്തിട്ടില്ല. ഒരു പരാതി. ഈ പൊളിഞ്ഞു വീണ് കഴിഞ്ഞിട്ട് നിതിൻ ഗഡ്കരിയെ കാണാൻ പോയപ്പോ ആമാടപ്പെട്ടിയായിട്ടാണ് പോയത്. സമ്മാനം പൊളിച്ചതിന് അല്ലേ പോയത്. ഇതൊക്കെ വേറെ നാടകം. അല്ലാതൊന്നുമില്ല. ഇപ്പൊ 2 ദിവസം ആഘോഷിക്കാമല്ലോ, ഭയങ്കര BJP-യുമായിട്ട് ഏറ്റുമുട്ടുന്നു എന്നൊക്കെ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ചറാണെന്ന് പോലും അന്വേഷിക്കണം നോക്കും. തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കൂടിയാണ്. അപ്പൊ വീണ്ടും തുടർച്ചയായിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി അതിനുവേണ്ടി കേന്ദ്ര എവിടെ വരെ എത്തി? അത് നടപടിക്രമമാണ്. ഞാൻ പറഞ്ഞല്ലോ, നടപടിക്രമമാണ്. ആദ്യത്തെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൂടുന്നതിന് ഞങ്ങൾ പറഞ്ഞത് ഏത് ഘട്ടത്തിലും എപ്പോൾ വേണമെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ നമ്മൾ സജ്ജരാണ്. എപ്പോൾ വേണമെങ്കിലും. അപ്പോൾ 8-ാം തീയതി CPM പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലല്ലോ. കാരണം തെരഞ്ഞെടുപ്പിലെ ഒരു അനിശ്ചിതത്വമുണ്ട്. ഞാനവരെ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലെ ഒരു അനിശ്ചിതത്വമുണ്ട്. എപ്പോഴാണ് തെരഞ്ഞെടുപ്പെന്ന് അറിയാതെ എങ്ങനെയാണ് പ്രഖ്യാപിച്ചാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയാം. മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രവർത്തകർ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയുടെ മാത്രം കാര്യമല്ല. അപ്പൊ എല്ലാം തയ്യാറാക്കി വെക്കുക, ഉചിതമായ സമയത്ത് പ്രഖ്യാപിക്കുക. അല്ലല്ല, അതങ്ങനെ ഒരു പ്രൊസീജിയർ അല്ലേ. സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഇതെല്ലാം ചർച്ച ചെയ്ത് നേതാക്കൾ ആദ്യം ചർച്ച ചെയ്യുക, സ്ക്രീനിങ് കമ്മിറ്റിയിൽ അത് കൊടുക്കുക, സ്ക്രീനിങ് കമ്മിറ്റി റോക്കറ്റായിട്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൊടുക്കുക, സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി അത് അംഗീകരിക്കുക. അത് 1-2 ഘട്ടമായിട്ടല്ലേ നടക്കുള്ളൂ. ഇപ്പൊ ആദ്യത്തെ ഘട്ടമാണ് ഫസ്റ്റ് CEC നടക്കാൻ പോകുന്നത്. തീർന്നില്ലെങ്കിൽ മറ്റന്നാൾ വീണ്ടും. നേതാവ് നേരത്തെ പറഞ്ഞത് പക്ഷേ ഇന്ന് രണ്ടുപേരും അവർക്ക് അമർഷം പ്രതിഷേധമുള്ള രീതിയിൽ തന്നെ മാധ്യമങ്ങളുടെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നിയില്ല അവർക്ക് ആഗ്രഹം ഉണ്ടെന്നല്ലേ അവര് ആഗ്രഹിക്കാൻ അല്ല, അതിപ്പോ പറയേണ്ട കാര്യമില്ല. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു 50 മണ്ഡലങ്ങളിൽ വളരെ പെട്ടെന്ന് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന രീതിയിലുണ്ട്. രണ്ടാമത്തത് 2-ാം ഘട്ടത്തിലും ഒരു 48 മണിക്കൂർ കൊണ്ട് അത് ചെയ്യാൻ പറ്റും. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡ് അല്ലേ അത് തീരുമാനിക്കുന്നത്. അവർ തീരുമാനിക്കട്ടെ. അവർ തീരുമാനിക്കുമ്പോൾ അത് പ്രഖ്യാപിക്കും. അതല്ല ആർക്കും ആഗ്രഹിക്കാൻ പാടില്ല. നേരത്തെ MP-മാര് മത്സരിച്ചിട്ടുണ്ട്, MLA-മാര് മത്സരിച്ചിട്ടുണ്ട്. അതൊന്നും ആരും ആഗ്രഹിക്കുന്നതിലൊന്നും ഒരു തെറ്റും പറയാൻ പറ്റില്ല. പക്ഷെ പാർട്ടിയാണ് മത്സരിക്കുമ്പോൾ വേണ്ടിയൊന്നും തീരുമാനിച്ചത്. ഈ ലിസ്റ്റിൽ പേരുകളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ചില തരത്തിൽ പറയുന്നുണ്ട്, MP-മാർ മത്സരിച്ചാൽ ഞങ്ങൾ പിന്മാറും തുടങ്ങി